ഹായ് ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വർഷമുണ്ടല്ലോ, നമ്മുടെ രേവതി കൊണ്ടുവന്ന ആ ചിക്കൻ്റെ ഫ്രൈ ഒക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ പാചകം അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ശ്രീ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായിട്ടുണ്ട്. ഇനി ശ്രീ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് ചീഫ് ഷെൽഫായിട്ട് ഏട്ടത്തി ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഷെഫായിട്ട് ഇരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി പറയണം, അയ്യോ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല, ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, എനിക്കങ്ങനെ റെസിപ്പിയുടെ ഒന്നും ആവശ്യമില്ല, കാര്യം ഞാനിതൊക്കെ കഴിക്കുന്നേ ഉള്ളൂ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതിനൊന്നും എന്നെ കിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വർഷ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ചോദിക്കുകയാണ്, അല്ല വർഷയ്ക്ക് ഡബ്ബിങ്ങാണ് ജോലി എന്നല്ലേ പറഞ്ഞത്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡബ്ബിങ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് കൂടിയില്ല, എന്നെ ഒന്ന് കാണിച്ചു തരുമോ ഡബ്ബ് ചെയ്യുന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വർഷം പറയണം, അതിനെന്താ, ഏട്ടത്തിക്ക് ഡബ്ബിങ് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം, എല്ലാം ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രേവതി കൊണ്ടുവന്ന ചിക്കൻ്റെ വെറൈറ്റി ഡിഷൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വർഷ രേവതിയോട് പറയണം, ഇനി ഏട്ടത്തി വാ, ഞാനെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരാം, ഡബ്ബ് ചെയ്യുന്ന റൂം ആദ്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ ഡബ്ബ് ചെയ്യുന്ന റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ വർഷ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആളിനെ കാണിച്ചിട്ട് നമ്മുടെ വർഷ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുകയാണ്, വീട് പണിക്കാരനോ? വീട് പണിക്കാരനല്ലേ ഏട്ടത്തി, ഇതേ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബ്ബ് ചെയ്യുന്ന അതിൻ്റെ എഞ്ചിനീയർ എന്നാണ് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. വോയിസിൻ്റെ എഞ്ചിനീയർ ആണെന്നാണ് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയണേ, ഇനി ഡബ്ബ് ചെയ്യുന്ന സ്ഥലം കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ വർഷ. എന്നിട്ട് വർഷ പറയണേ, കണ്ടില്ലേ നമ്മളിവിടെ ഇരുന്ന് ഡബ്ബ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു ചെയർ കിടന്നതിനകത്ത് രേവതിയെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഏട്ടത്തി ഇവിടെ ഇരുന്ന്, എന്നിട്ട് തലയിൽ വെക്കുന്ന ആ ഒരു സൊനയുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, അതെടുത്ത് ഇങ്ങനെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് രേവതിയോട്. അപ്പോൾ രേവതി ചോദിക്കണേ, അയ്യോ ഇതെന്തിനാണ് എൻ്റെ തലയിൽ വെക്കുന്നത്? ഇത് തലയിൽ വെച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് എഞ്ചിനീയർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഹെഡ്സെറ്റും വെച്ചിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വർഷ പറയുകയാണ്, അപ്പോൾ ഇത് ഡബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഈ മോണിറ്ററിലെ മുകളിലോട്ട് വെച്ചിരിക്കുന്ന ആ മോണിറ്ററിൽ നോക്കിയിട്ട് ആ സീൻ അനുസരിച്ച് വേണം നമ്മൾ വോയിസ് കൊടുക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. ഏട്ടത്തി ഇതുപോലെ ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറയുകയാണ്. ഏട്ടത്തി ഇത് നോക്കിയിട്ട് ഒന്ന് ഡബ് ചെയ്തേ എന്നിങ്ങനെ പറയുമ്പോൾ രേവതിയാണ്, അയ്യോ എനിക്കിതൊന്നും അറിയില്ല, ഞാനിങ്ങോട്ട് വെറുതെ വന്നേ ഉള്ളൂ, പിന്നെ അദ്ദേഹത്തെ രക്ഷിച്ചതിൻ്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നത്, അല്ലാതെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എനിക്ക് പറ്റില്ല, ഞാൻ പോണു എന്നിങ്ങനെ രേവതി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീ പറയണ, എന്താ ഏട്ടത്തി ഇത്, ഏട്ടത്തിയെ കൊണ്ട് പറ്റും, ഏട്ടത്തി ഒന്ന് ശ്രമിച്ച് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പറയുകയാണ്, ഏട്ടത്തി കൊണ്ട് പറ്റും, എന്തായാലും ഞാൻ ഇന്ന് ഏട്ടത്തി ഇവിടെ ഡബ്ബ് ചെയ്തിട്ടേ വിടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ശ്രമിച്ച് നോക്കുകയാണ്, ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആകെ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, ഏട്ടത്തി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, മറ്റൊരു മുറിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ വർഷ രേവതിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡബ്ബ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ, ഡബ്ബ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വർഷ രേവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം രേവതിയും കൊണ്ട് നമ്മുടെ വർഷ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്കല്ല, അകത്തേക്ക് വരികയാണ്. ഡബ്ബ് ചെയ്യുന്ന സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് വരികയാണ്. അതിനുശേഷം നമ്മുടെ എഞ്ചിനീയറോട് പറയുകയാണ്, ഇനി ഏട്ടത്തി ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഏട്ടത്തിയെ കൊണ്ട് സാധിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എഞ്ചിനീയർ പറയുകയാണ്, എന്തായാലും മോളുടെ ശബ്ദം നല്ല ശബ്ദമാണ്, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നിങ്ങനെ എഞ്ചിനീയർ കൂടി ധൈര്യം കൊടുക്കുകയാണ് നമ്മുടെ രേവതിക്ക്. ശ്രീകാന്തും കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അത് എനിക്കിങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല, എനിക്കിതിൻ്റെയൊന്നും ABCD പോലും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അറിയില്ല എന്നൊന്നും പറയണ്ട, ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും എല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് രേവതിയെ
രേവതിയെ അവിടെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിയെ വീണ്ടും ആ ചെയറിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, തലയിൽ ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ രേവതിയോട് ആ സ്ക്രിപ്റ്റിലുള്ളത് അതുപോലെ അങ്ങ് ഏട്ടത്തിയുടെ ശബ്ദത്തിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ രേവതി അത് സാധാരണ അക്ഷരമാലകൾ വായിക്കുന്നത് കണക്ക് നുള്ളിപ്പറക്കിയൊക്കെ സാധാരണ രീതിയിൽ വായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പറയാണ്, ഏട്ടത്തി ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഏട്ടത്തി ഞാൻ ഇതിൻ്റെ ക്യാരക്ടർ പറഞ്ഞുതരാം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ഈ പറയുന്ന കഥാനായിക. ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ അമ്മായിയമ്മയാണെങ്കിൽ മഹാഭയങ്കരിയാണ്. ഒരുപാട് സഹിച്ച് ഒടുവിൽ ക്ഷമ നശിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ നായിക അമ്മായിയമ്മയോട് എതിർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തിയുടെ അമ്മായിയമ്മയോട് എതിർത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ രേവതി അപ്പം തന്നെ പറയണം, അയ്യോ എനിക്കെങ്ങും പറ്റില്ല, ഞാനൊന്നും അമ്മയോട് എതിർത്ത് സംസാരിക്കില്ല. എൻ്റെ ഏട്ടത്തിയുടെ അമ്മായിയമ്മയോട് എതിർത്ത് സംസാരിക്കാനല്ല, നമ്മുടെ കഥാപാത്രത്തിൻ്റെ അമ്മായിയമ്മയോട് എതിർത്ത് സംസാരിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആ സ്ക്രിപ്റ്റിൽ നോക്കിയിട്ട് വായിക്കുകയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വർഷ പറയണേ, എൻ്റെ ഏട്ടത്തി ആ മോളിൽ കാണുന്ന മോണിറ്ററിൽ നോക്കിയിട്ട് അവർ സംസാരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിൻ്റെ രീതിയിൽ ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ അവതരിപ്പിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അതുപോലെ സംസാരിക്കുകയാണ്. അതുപോലെ ആ സ്ക്രിപ്റ്റിൽ കണ്ട കണക്ക് രേവതി അവതരിപ്പിക്കുകയാണ്. ഞാൻ എന്നും സഹിക്കുമെന്നൊന്നും നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ മരുമക്കളായിട്ടല്ല മക്കളായിട്ട് വേണം കാണേണ്ടത്, അമ്മായിയമ്മയെന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമൊന്നുമല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത് നമ്മുടെ രേവതി പറയുകയാണ്. പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എൻജിനീയർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. എൻജിനീയർ രേവതിയുടെ അതിമനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ നമ്മുടെ വർഷയ്ക്കൊക്കെ ഇഷ്ടമാവുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പറയുകയാണ്, ഏട്ടത്തിക്ക് ഇതിൽ കഴിവ് തെളിയിക്കാൻ പറ്റും, ഏട്ടത്തി ഈ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഏട്ടത്തിയെ എല്ലാവരും 4 പേര് അറിയപ്പെടും, കാരണം ഏട്ടത്തിക്ക് ഇതിൽ നല്ലൊരു കഴിവുണ്ട്, നല്ല വോയിസാണ് ഏട്ടത്തിയുടേത് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ഞാനിവിടെ വന്നതേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിന് വർഷയോട് നന്ദി പറയാനാണ്, അയ്യോ ഇതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി വർഷയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ രേവതി പതുക്കെ പറയുകയാണ്, ശ്രീകാന്തേ ദേ വർഷ നല്ല കുട്ടിയല്ലേ ശ്രീകാന്ത്, അതായത് രേവതിക്ക് ആഗ്രഹമുണ്ട് ശ്രീകാന്തിനെ കൊണ്ട് വർഷയെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ശ്രീകാന്ത് പറയണം, അതെ വർഷ നല്ല കുട്ടിയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതി ഇങ്ങനെ വരികയാണ്. ഒപ്പം ദേവുണ്ട്. അപ്പോൾ ദേവുവിനോട് ഡബ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി തുറന്നു പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവുവിന് എത്ര ദഹിക്കാത്തതല്ല, വിശ്വാസമാവുന്നില്ല. ദേവു പറയണേ, ഇല്ല ചേച്ചി, ഇത് ചേച്ചി കള്ളം പറയുന്നത് തന്നെയാണ്. എൻ്റെ ദേവു, ഞാനൊരു സീരിയലിനാണ് ഡബ് ചെയ്തിരിക്കുന്നത്, ആ സീരിയൽ വരുമ്പോഴുണ്ടല്ലോ എൻ്റെ ശബ്ദം അതിൽ കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. ആണോ, അങ്ങനെയൊക്കെ പറ്റുമോ ചേച്ചിയെ കൊണ്ട്? അതേന്നേ, പറ്റുമെന്ന് ചോദിച്ചാൽ വർഷ എന്നെ കൊണ്ടത് വർഷ എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറയണം, ആ ചേച്ചിക്ക് ഇപ്പം നല്ല മാറ്റമൊക്കെ ഉണ്ട്, ചേച്ചി വർഷയെ കാണാൻ പോയത് സച്ചിയേട്ടനെ രക്ഷിച്ചതിന് നന്ദി പറയാനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അതേ മോളെ, അദ്ദേഹത്തെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവ് പറയണം, ചേച്ചി ഇപ്പോൾ പണ്ടത്തെ ആ ചേച്ചിയെ അല്ല, ഇപ്പോൾ ചേച്ചിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അന്ന് ശരിക്കും സച്ചിയേട്ടനെ എന്തോരം പറഞ്ഞിട്ടുണ്ട് ചേച്ചി, ഇപ്പോൾ ചേച്ചിയും സച്ചിയേട്ടനും തമ്മിൽ പ്രണയത്തിലാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയണേ, എന്താ ഈ കുട്ടി പറയുന്നത്, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, ആ അച്ചമ്മയുടെ വീട്ടിൽ പോയി നിന്നതിന് ഫലം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ദേവ് പറയുകയാണ്. അങ്ങനെ അവർ അനിയത്തിയും ചേട്ടത്തിയും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് കാണുകയാണ് നമ്മുടെ ഗജാനന്ദം വരുന്നത് കാണുകയാണ്. നമ്മുടെ ഗജത്തിൻ്റെ 2-3 ചിങ്കിടികളും മൂക്കിച്ചുട്ടി ഇട്ടത് നെറ്റിച്ചുട്ടി ഇട്ടതുമായിട്ടൊക്കെയുള്ള 2-3 ചിങ്കിടികളും ഉണ്ട്. ഒപ്പം അങ്ങനെ നമ്മുടെ ഗജം നമ്മുടെ രേവതിയെ കണ്ടിട്ട് അവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് ഗജത്തിൻ്റെ. എന്നിട്ട് ഗജം നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കണം, എന്താ മോളെ, നീ എന്നെ തിരക്കി ഇറങ്ങിയതാണോ എന്നൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ പുള്ളിക്കാരൻ നടത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സാധാരണ ഞാൻ നിന്നെ തിരക്കിയാണല്ലോ ഇറങ്ങാറുള്ളത്, ഇത്തവണ മാത്രം നീ എന്നെ തിരക്കി ഇറങ്ങി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗജം ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കണം, അതെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, നീ നിൻ്റെ പാട്ടിന് പോ ഗജാനന്ദ എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, അല്ല നിൻ്റെ കെട്ടിയോൻ്റെ വണ്ടിയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നോ കഞ്ചാവ് കടത്തിയെന്നൊക്കെ കേട്ടു, അതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി, അതുകൊണ്ട് ഇനി ആ വണ്ടി പണിയാനുള്ള പൈസ തിരക്കിയായിരിക്കും നീ എന്നെ തിരക്കി ഇറങ്ങിയിട്ടുള്ളത് അല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണം,
ഇതേ ഗജാനന്ദ, നീയുണ്ടല്ലോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഈ കഞ്ചാവ് കടത്തിന് പിന്നിൽ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് മാത്രമല്ല, പലർക്കും അറിയാം. അതെ, അത് അദ്ദേഹം അറിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ കുടലും പണ്ടമൊക്കെ വേറെ വേറെ എടുക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗജാനന്ദൻ പറയണം, ഒന്ന് പേടിപ്പിക്കാതെ പോടി എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, കേടോ താൻ എന്താ വിചാരിച്ചത്? താൻ തൻ്റെ ഓലപ്പാമ്പ് കാണിച്ചാൽ ഞാൻ ഉടനെ അങ്ങ് പേടിച്ചു പോകുമെന്നാണോ താൻ കരുതിയത്? അതൊക്കെ പണ്ട്. രേവതി അതിന് കിട്ടില്ല. പിന്നെ ആണൊരുത്തൻ്റെ കൂടെയാണ് രേവതി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലുള്ള ഫ്രോഡുകളെയൊന്നും പേടിക്കേണ്ട കാര്യവുമില്ല. പിന്നെ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നതേ എൻ്റെ ദേവ് കൊണ്ട് മാത്രമോടോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഗജാനന്ദൻ ഇങ്ങനെ, എന്താടി നീ പറഞ്ഞത്? അതേടോ, ഒച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ദേവ് കൊണ്ട് തന്നെയാണ് താൻ ഇന്ന് ജീവിക്കുന്നത്. കാരണം എൻ്റെ ഭർത്താവ് ഇന്നും അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വണ്ടി നശിപ്പിച്ച ആളിനെ, അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയ ആളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക തന്നെയാണ്. തന്നെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ വെട്ടി കീറും. ഞാനത് താനാണ് ചെയ്തതെന്ന് ഞാൻ ചൂണ്ടിക്കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാടോ? എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ താൻ ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. തന്നെ കൊന്നിട്ട് അദ്ദേഹം ജയിലിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അതോടെ പാഴായി പോകുമെന്ന് കരുതിയിട്ട് മാത്രമാണ്. എന്നിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു നാണം കെട്ടവൻ. എടോ, തന്നെ എന്തിന് കൊള്ളാടോ? എത്രയോ തവണ താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തല്ലി എരന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് വല്ലതും അദ്ദേഹം അറിഞ്ഞാലുണ്ടല്ലോ തന്നെ കുത്തി അരിയും. മുന്നിൽ നിന്ന് മാറിപ്പോടാ നായേ എന്നിങ്ങനെ രേവതി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഗജാനന്ദൻ അങ്ങ് അന്തം വിട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ രേവതി ചോദിക്കണം, എന്താടോ തനിക്ക് ചിരിക്കണ്ടേ? സാധാരണ താൻ കക്ക എന്ന് പറഞ്ഞ് താൻ ഭയങ്കര ചിരിയാണല്ലോ. ഇപ്പം തൻ്റെ ചിരിയൊക്കെ എങ്ങോട്ട് പോയടോ? എടോ, തനിക്ക് ഇതുപോലെ 10-12 പേരെ മുന്നിലും പിന്നിലുമായിട്ട് നടത്തിക്കൊണ്ട് പോയി ഓരോന്ന് കാണിക്കാനേ പറ്റൂ. ഒറ്റയ്ക്ക് നിന്ന് ആണുങ്ങളെപ്പോലെ പൊരുതാൻ തന്നെ കൊണ്ട് അറിയില്ലടോ. പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല. തന്നെപ്പോലെ 10 പേര് ഒരുമിച്ച് വന്നാലും മുന്നിൽ തന്നെ നിൽക്കും സച്ചി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ തന്നെ നമ്മുടെ ദേവ് പറയണം, എന്താടോ തനിക്കിപ്പം വായിൽ നാക്കില്ലേ? താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിക്കാൻ വരുന്നത്. ദേ, സച്ചേട്ടനൊന്നും അറിയണ്ട താനാ ഇതിൻ്റെ പിന്നിൽ കളിച്ചെന്ന്. അറിഞ്ഞാലുണ്ടല്ലോ തൻ്റെ തല റോഡിൽ കിടന്ന് ഉരുളും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ദേവും കൂടി നന്നായിട്ട് അലക്കി വെളുപ്പിക്കുകയാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഗജാനന്ദനെ. അപ്പോൾ ഗജമാണെങ്കിലുണ്ടല്ലോ ഇത് കേട്ടിട്ടിങ്ങനെ ആകെ പേടിച്ചു പോവാണ്. അപ്പോൾ രേവതി പറയണം, ആഹാ തൻ്റെ മുഖം കണ്ടാലറിയാലോ താൻ നന്നായിട്ട് ഭയന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഇത് ഒരിക്കലും സച്ചിയേട്ടൻ അറിയാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നറിയാമോ, ഇത് വല്ലതും അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ കൊത്തി എറിഞ്ഞിട്ട് ജയിലിൽ പോവും. അതോടുകൂടി അങ്ങേരുടെ ജീവിതവും നശിക്കും, എൻ്റെ ജീവിതവും നശിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ദേവുവിനെയും കൂട്ടി നമ്മുടെ രേവതി പോവുകയാണ്. ഗജമാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലാണ് നമ്മുടെ ചന്ദ്രമതി. എൻ്റെ പൊന്നോ, ചന്ദ്രമതിയുടെ ഒരു അഹങ്കാരം. നമ്മുടെ എന്താ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന ഫ്രോഡും അവിടെ തന്നെ ഉണ്ട്. ശ്രുതിക്ക് വാങ്ങിച്ച ഓരോരോ സാരികളായിട്ട് ഇങ്ങനെ എടുത്ത് അത് സാരികളായിട്ട് എടുത്ത് ഇങ്ങനെ വച്ച് നോക്കുകയാണ്. എന്നിട്ട് വേണം, എൻ്റെ മോക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ അമ്മ സെലക്ട് ചെയ്തത്? നന്നായിട്ടുണ്ട് ആൻറ്റി, വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ മോക്ക് ഏത് വച്ചാലും ചേരും, നല്ലതുപോലെ ചേരും. നോക്ക് ദേ ഈ സാരി എങ്ങനെയുണ്ട്? അങ്ങനെ പല പല സാരികൾ ചന്ദ്രമതി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മാറത്തേക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാമയും തൊട്ടടുത്തുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, കണ്ടില്ലേ ഭാമേ, എൻ്റെ മരുമകൾക്ക് ഏത് വെച്ചാലും ചേരും. വേറെ ചിലരുണ്ട് ഇവിടെ, പട്ടുസാരി ചുറ്റിയാലും കാണാൻ ഒരു മെനക്കേടും കാണില്ല. ദേ വയലിലല്ലേ കണ്ടത്തിൽ കൊണ്ടുവയ്ക്കുന്ന കോലത്തിന് പകരം വെക്കാനേ കൊള്ളാവൂ എന്നിങ്ങനെ പറയുകയാണ്. ഈ സാരിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ രേവതി ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ പറയുന്നതും കേൾക്കുകയാണ് രേവതിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാണ്ടാവുകയാണ്. ഇനി ചന്ദ്രമതിയെ അതിന് മറുപടിയായിട്ട് നാളെ വറജട്ടിലിട്ട് നമ്മുടെ രേവതി വറുക്കോ ഇല്ലയോ കുറിക്കോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് നാളെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. ഒടുക്കത്ത മഴ, ഇവിടെയൊക്കെ ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. മഴയത്ത് ഞാൻ എവിടേക്കോ പറ്റിപ്പിടിച്ച് ചേർന്ന് നിന്നാണ് ഈ എന്താ പറയുന്നത് ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. രാത്രി ചെയ്യാൻ നിവൃത്തിയില്ല, മഴയുടെ ശബ്ദം. അയ്യോ, എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാ ചങ്കുകൾക്കും ബൈ.